സിനിമാ നടിമാരുടെ ക്യൂ ആണെന്ന്. അതും ഒരേ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ നടിമാരൊക്കെ ഡോക്ടർ വരുൺ നമ്പ്യാരുടെ ക്ലിനിക്കിന് പുറത്ത് നിൽക്കുന്നത്. ഏതാണ് ആ പ്രൊസീജിയർ? നമുക്ക് പെൺകുട്ടിക്ക് അറിയണം. അതൊരു ഭയങ്കര കൊഴുപ്പിക്കുന്ന ചോദ്യമാണ്. അല്ല, ഇത് ഞാൻ റൂമേഴ്സ് കേട്ടു, ഇത് റൂമേഴ്സ് അല്ല എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. ഇപ്പൊ ഞാനൊരു കുറച്ചൊക്കെ ഞാൻ പറയാം, എനിക്ക് അത്ര ഭയങ്കരമൊന്നല്ലെങ്കിൽ ഒരുപാട് ഫിലിം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് ഫീമെയിൽ ആക്ട്രസ് വരുന്നത് കൂടുതലും റൈനോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ ചെയ്യാനാണ് കൂടുതൽ മൂക്കിന്റെ സൗന്ദര്യ സർജറി. അത് മൂക്കിന്റെ സൗന്ദര്യ സർജറി എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളതാണ്, മോശമൊന്നല്ല അവര്. പക്ഷെ അവരുടെ മൂക്ക് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആവണം. ഇപ്പൊ അവരൊക്കെ കോണ്ടൂറിംഗ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഈ കോണ്ടൂറിംഗ് എഫക്റ്റ് അവർക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇനീഷ്യൽ മൂവീസിലൊക്കെ അവർക്ക് ഹാപ്പി ആയിരിക്കും. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അപഹർഷതാ ബോധം വരും. കാരണം എൻ്റെ മുഖം കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആവണം, കുറച്ചും കൂടി ഷാർപ്പ് ഫീച്ചേഴ്സ് വേണം. അത് നമുക്ക് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ മുഖത്തിന് ചേർന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാം. ബോധം കെടുത്തൊന്നും വേണ്ട. ഒരു 3 മണിക്കൂർ നേരത്തെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മൂക്കായിട്ട് വരും. സോ കൂടുതലും ഫീമെയിൽ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ഹീറോയിൻസ് വരുന്നത് ഈ പറയുന്ന റൈനോപ്ലാസ്റ്റി പ്രൊസീജിയറിലാണ്. കുറച്ചൊക്കെ പേര് വരുന്നത് ബക്കൽ ഫാറ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ കവളിന്റെ വണ്ണം, നമ്മളുടെ മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ് കവള്. ഇപ്പൊ സൂര്യയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് സൂര്യയുടെ കവിളാണ്. പക്ഷെ ചിലവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമൊക്കെ മെലിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മുഖത്തിനൊരു വണ്ണം ഉണ്ടാവും. അപ്പൊ ആ കവിള് ഒന്ന് ഒതുങ്ങി ആ ചിസിൽഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ബക്കൽ ഫാറ്റ് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ കൂടുതൽ വരാറുണ്ട്.